ഒരിക്കലും ഒരാഗ്രഹവും പ്രകടിപ്പിച്ചില്ല ആ പരിപാടിയൊക്കെ അങ്ങ് നിർത്തിവെച്ചേരെ. ഞാൻ എന്താ പറഞ്ഞത്, പാർട്ടി എന്താ തീരുമാനിക്കുന്നത് അതനുസരിച്ച് നടക്കും. അതാണ് നമ്മളുടെ ഒരു രീതി. ഞാൻ സിനിമയിൽ ഒരു ചാൻസ് ഞാൻ ചോദിച്ചിട്ടില്ല, രാഷ്ട്രീയത്തിലൊരു ചാൻസ് ചോദിച്ചിട്ടില്ല, എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞാണ്. ഇപ്പോൾ അങ്ങനെ ജയമോഹൻ സഖാവിനെയാണ് നിയമിക്കുന്നത് പിന്നെ സ്ഥാനാർത്ഥിയെങ്കിൽ പൂർണ്ണമായി അദ്ദേഹത്തിനോടൊപ്പം നമ്മൾ പ്രവർത്തിക്കുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നേതാവാണ്, തീർച്ചയായിട്ടും ജയിക്കുകയും ചെയ്യും. പിന്നെ എല്ലാവരും നിങ്ങളെ മറച്ചു വെക്കുന്ന ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇവിടെ ഈ കോർപ്പറേഷൻ പഞ്ചായത്ത് ഇലക്ഷൻ വന്നപ്പം പല സ്ഥലത്തും മാറ്റം വന്നെന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ കൊല്ലം മണ്ഡലത്തിൽ 10,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം LDFിനുണ്ട്. ഒരുപാട് പേര് അത് മറച്ചു വെച്ചു. അപ്പം നമ്മൾ ഇറങ്ങിപ്പോകുമ്പം അഭിമാനത്തോടുകൂടി ഈ നമ്മളവിടെ ചെയ്ത നല്ല കാര്യങ്ങളും വികസന പ്രവർത്തനങ്ങളും കൊല്ലം മണ്ഡലത്തിലുള്ളവരെ അംഗീകരിച്ചു എന്നുള്ളതിൻ്റെയാണ് ഈ 10,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം. തീർച്ചയായിട്ടും LDFിന് 10,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഇപ്പം തന്നെ ഉണ്ടെങ്കിൽ അതിനപ്പുറത്ത് ഭൂരിപക്ഷം വരുമെന്നുള്ളതിനകത്ത് എന്താ തർക്കം? തീർച്ചയായിട്ടും ഒരു ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങളാണ് ലാസ്റ്റിൽ കൗണ്ട് ചെയ്യുന്നത്. ജീവിത സൗകര്യങ്ങളും സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം, ഹാർമണിയൊക്കെ ഉണ്ടായ ഒരു 10 കൊല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമല്ല. അത് തന്നെ കൗണ്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ LDF ശക്തമായി തിരിച്ചു വരുമല്ല, നിലനിൽക്കും. തീർച്ചയായിട്ടും വികസനം എന്ന് പറയുന്ന വികസനം കൂടി ഇല്ലെങ്കിലുള്ള സ്ഥിതി ഒന്നും ആലോചിച്ചു. വികസനം തന്നെയാണ് പ്രധാനം. അത് ആരും പറയുന്നില്ലല്ലോ, വികസനത്തിന്റെ കാര്യമേ പറയുന്നില്ലല്ലോ, വേറെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതെല്ലാം 2-3 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് മാറി എവിടെ വികസനം എന്ന് ചോദിക്കും. കാണിച്ചു കൊടുക്കുക, ജയിക്കുക.